വെൽക്കം ടു യശോദജു പ്ലാറ്റ്ഫോം. ഇന്ന് നമ്മൾ നോക്കുന്നത് കേരള വാട്ടർ അതോറിറ്റിയുടെ ലാബ് അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ട MLTയിലെ ഹെമറ്റോളജി പോർഷനാണ്. മൊഡ്യൂൾ 2 വരുന്നത് ഹെമറ്റോളജി. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാനുള്ളത് കൗണ്ടിങ് ചേംബറിനെ പറ്റി പഠിക്കണം. ദെൻ ഓരോ സെല്ലുകളുടെ കൗണ്ടിങ് എങ്ങനെയാണ് ചെയ്യുന്നത്, WBC, RBC, ഇങ്ങനെ പലതരത്തിലുള്ള സെല്ലുകളെ എങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത്, പിന്നെ ബ്ലീഡിങ് ടൈമും ക്ലോട്ടിങ് ടൈമും, പിന്നെ ഇപ്പോഴത്തെ ഓട്ടോമേഷൻ മെത്തേഡും. ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഹെമറ്റോളജീൻ്റെ സ്റ്റാർട്ടിംഗ് പോർഷനിൽ പറയുന്നത് ഹീമോസൈറ്റോമെട്രി, കൗണ്ടിങ് ചേംബർ, ഇംപ്രൂവ്ഡ് ന്യൂബർ എന്നുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് നമുക്ക് ബ്ലഡ് സെൽസിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൗണ്ടിങ് ചേംബേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ, അത്തരത്തിലുള്ള ആ ചേംബേഴ്സാണ് ഹീമോസൈറ്റോമീറ്റർ. അതിൽ പല വെർഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്, നമ്മുടെ സിലബസിൽ തന്നിട്ടുള്ളത് ന്യൂബർ കൗണ്ടിങ് ചേംബറാണ്, ഇംപ്രൂവ്ഡ് ന്യൂബർ കൗണ്ടിങ് ചേംബറാണ് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ഇതാണ് ഈ ഒരു ചേംബർ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഈ ചേംബർ വരുമ്പോൾ നമുക്ക് ഇതിനോടൊപ്പം 2 പിപ്പറ്റും കൂടി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പിപ്പറ്റിൻ്റെ യൂസ് എന്ന് പറയുന്നത് RBCക്കും അതുപോലെ WBCക്കും അതിൻ്റെ രണ്ടിൻ്റെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പിപ്പറ്റുകളാണ് വരുന്നത്. ആ പിപ്പറ്റിനെ പറ്റി പഠിക്കണം, നമുക്ക് നോക്കാം. പിന്നെ എന്താണ് കവർ സ്ലിപ്പ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചേംബർ എന്ന് പറയുമ്പോൾ. പിന്നെ ഈ ചേംബർ എന്ന് പറയുന്നത് നല്ല തിക്കായിട്ടുള്ള ഗ്ലാസ് സ്ലൈഡാണ്. സോ ഇതിൻ്റെ ഉള്ളിൽ ഈ ഭാഗത്ത് എന്താണ് ഇങ്ങനെ റൂൾ ചെയ്തിട്ടുണ്ട്. അതായത് എന്താണ് ഓരോരോ സ്ക്വയർ ആയിട്ട് ഇച്ചിങ് ചെയ്തിട്ടുണ്ടാവും. സോ ഇങ്ങനെയാണ് അതിൻ്റെ ശരിക്കുള്ള ആ ഗ്രിഡൊക്കെ വരുന്നത്. അതായത് നമ്മുടെ ചേംബറിൻ്റെ ഉള്ളിൽ ഒരു പോർഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഇത്രയായിട്ടാണ് 1, 2, 3, 4, 5, 6, 7, 8, 9 ലാർജ് സ്ക്വയേഴ്സ് ആയിട്ട് ആദ്യം കാണാൻ പറ്റും. ഓക്കെ, 9 ലാർജ് സ്ക്വയേഴ്സ്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സെൻട്രൽ പോർഷനിൽ വരുന്നത് ഇവിടെ ഒരു 25 സ്മോൾ സ്ക്വയേഴ്സ് കാണാൻ പറ്റും. ഓക്കെ, ഇത് ഓരോന്നും ഓരോ സ്ക്വയർ അല്ലേ, അങ്ങനെ 25 ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇനി ഈ ഒരു സ്മോൾ സ്ക്വയർ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്മോളസ്റ്റ് സ്ക്വയർ വരില്ലേ, അതായത് ഈ ഒരു ചെറിയൊരു പോർഷൻ, ഈ ഒരു പോർഷൻ്റെ ഉള്ളിൽ എഗെയിൻ ഇച്ചിങ് ചെയ്തിട്ടുണ്ടാവും. അതിനെ പിന്നെയും ഗ്രിഡ് ആക്കിയിട്ടുണ്ടാവും. അവിടെ 16 സ്ക്വയേഴ്സ് ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഗ്രിഡ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയൊക്കെയാണ് ഗ്രിഡിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ കോർണർ സ്ക്വയേഴ്സ്, ഇത് അതുപോലെ ഇത്, ദെൻ ഈ സ്ക്വയർ ഇതൊക്കെയാണല്ലോ കോർണർ സ്ക്വയേഴ്സ്. ഇവിടെയാണ് നമ്മൾ WBCനെ കൗണ്ട് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ സെൻട്രൽ സ്ക്വയറിലാണ് നമ്മൾ RBCനെ കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, 6 എന്ന് കൊടുത്തിരിക്കുന്നത് RBCയെ കൗണ്ട് ചെയ്യുന്ന ഏരിയാസാണ്. സെൻട്രലിൽ 5 ഭാഗത്താണ്, സെൻട്രൽ സ്ക്വയറിൻ്റെ 4 കോർണറിലും അതുപോലെ സെൻറ്റർ ഭാഗത്തുമാണ് നമ്മൾ RBCനെ സാധാരണയായി കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്ന കവേഴ്സ്. പിന്നെ ഇതിൻ്റെ ഡെപ്ത്ത് നോക്കുക. ഡെപ്ത്ത് എന്ന് പറയുമ്പോൾ 0.1 mm ആണ് ഡെപ്ത്ത് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഈ സൈഡുകൾ എന്ന് പറയുന്നത് ഇത് 3 mm അതുപോലെ ഇത് 3 mm ആണ് ലെങ്ത് വരുന്നത്. അപ്പോൾ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 9 mm സ്ക്വയർ ആയിരിക്കും, 9 mm സ്ക്വയർ ആയിരിക്കും ഈ ഒരു ചേംബറിൻ്റെ കൗണ്ടിങ് ഏരിയ എന്ന് പറയുന്നത്, ചേംബറിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ യൂസ് ചെയ്യുന്ന കവർ സ്ലിപ്പ്, സ്പെഷ്യലൈസ്ഡ് കവർ സ്ലിപ്സ്. സോ ഇത് 2 സൈസിൽ അവൈലബിൾ ആണ്. ഒന്ന് 16 x 22 mm, രണ്ടാമത്തേത് 22 x 23 mm. പിന്നെ ഇവരുടെ തിക്നെസ് വരുന്നത് 0.3 mm ആവാം, 0.4 mm ആവാം, 0.5 mm ആവാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഇംപ്രൂവ്ഡ് ന്യൂബർ ചേംബറിൻ്റെ ഒരു ഏകദേശം അതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, വേറെ ചേംബേഴ്സും അവൈലബിൾ ആണ്. ഇപ്പോൾ ഫ്യൂക്സ് റോസെൻഡാൽ ഹീമോസൈറ്റോമീറ്റർ ഉണ്ട്, ദെൻ സ്പെയേഴ്സ് ലെവി ഹീമോസൈറ്റോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഡെപ്ത് ഒന്ന് നോക്കി വയ്ക്കുക. ഡെപ്ത് എന്ന് പറയുന്നത് 0.2 mm ആണ്. ഓക്കെ, 0.2 mm. ഈ ഡെപ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഇതിപ്പോൾ കണ്ടോ, നമ്മൾ സാമ്പിൾ ഡിസ്ചാർജ് ചെയ്യുവാണ്, നമ്മുടെ സ്പെസിമെൻ ബ്ലഡിനെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഒഴിക്കുകയാണ്. ഓക്കെ, നമ്മൾ ചാർജിങ് ദ ചേംബർ എന്ന് പറയും. അങ്ങനെ നമ്മൾ സാമ്പിൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ, സാമ്പിൾ ചാർജ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഒരു കവർ സ്ലിപ്പ് വെച്ച് എന്ത് ചെയ്യും, ഇതിൻ്റെ ടോപ്പിൽ ഈ ഒരു ചേംബറിൻ്റെ മുകളിൽ ആദ്യം കവർ സ്ലിപ്പ് ഇടും. എന്നിട്ടാണ് നമ്മൾ സാമ്പിൾ എന്ത് ചെയ്യുന്നത്, ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഈ കവർ സ്ലിപ്പിനും അതുപോലെ ഈ എന്താ പറയുക, ഈ ചേംബറിൻ്റെ ഓരോ സ്ക്വയേഴ്സിൻ്റെയും ഇടയിലുള്ളൊരു പോർഷൻ ഉണ്ടാവുമല്ലോ, അതാണ് ഇവിടുത്തെ ഡെപ്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡെപ്ത് എന്ന് പറയുമ്പോൾ ആ ഒരു കവർ സ്ലിപ്പിനും അതുപോലെ ചേംബറിനും ഇടയിൽ വരുന്ന ഹൈറ്റാണ് ഡെപ്ത്. അതാണ് 0.1 mm ഡെപ്ത് എന്ന് പറഞ്ഞത്. പിന്നെ ഇവിടെ യൂസ് ചെയ്യുന്ന
നമുക്ക് മറ്റേ ഇത് ഡൈല്യൂഷൻ പിപ്പറ്റ്സ് നോക്കാം. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡൈല്യൂട്ടും ചെയ്യാൻ പറ്റും, അല്ലാണ്ട് തന്നെ മൈക്രോ പിപ്പറ്റ് ചെയ്തിട്ട് നമുക്ക് ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റും. അല്ല എങ്കിൽ നമുക്ക് RBCക്കും WBCക്കും അതിന് വേണ്ടി മാത്രമായിട്ടുള്ള പിപ്പറ്റ്സ് യൂസ് ചെയ്തിട്ടും സാമ്പിളിന് ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ കയ്യിൽ ബ്ലഡ് സ്പെസിമെൻ കിട്ടിക്കഴിഞ്ഞാൽ, ബ്ലഡ് സാമ്പിൾ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ആദ്യം ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം ഈ പറയുന്ന കൗണ്ടിങ് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഈ RBC WBC പിപ്പറ്റ്സ് ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് അതിൻ്റെ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത്. RBCയും WBCയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്, ഈ പിപ്പറ്റുകൾ തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. സോ അതിൻ്റെ ഓരോ ഡിഫറൻസ് നോക്കി വയ്ക്കുക. അപ്പോൾ ബേസിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതിന് ഒരു ബൾബുണ്ട്, ഇവിടെയും ബൾബ് പോർഷൻ, ഈ ഒരു ബൾജ് ചെയ്തിരിക്കുന്ന പോർഷനിൽ ഇതാണ് ബൾബ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഓരോ ബീഡ്സ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, RBC പിപ്പറ്റ് ആണെങ്കിൽ റെഡ് ബീഡും WBC പിപ്പറ്റ് ആണെങ്കിൽ വൈറ്റ് കളർ ബീഡും ആയിരിക്കും കിടക്കുന്നത്. പിന്നെ ഇതിൻ്റെ മാർക്കിങ്സ് 0.5, 1, 10, 0.5, 1, 11, ഈ മാർക്കിങ്സ് 10 അല്ല 101 ആണ് ഇവിടെ വരുന്നത്, 101. ഓക്കെ, അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. RBC പിപ്പറ്റ് ആണെങ്കിൽ ദിസ് പിപ്പറ്റ് ഹാസ് എ ലാർജ് ബൾബ് എങ്ങനെയായിരിക്കും? ലാർജ് ആയിരിക്കും, വിച്ച് കണ്ടെയ്ൻസ് എ റെഡ് ഗ്ലാസ് ബീഡ്. പിന്നെ ഇറ്റ് ഹാസ് 3 മാർക്സ്, ഇതിന് 3 മാർക്കിങ്ങാണ് വരുന്നത്, 0.5, 1, 101. എന്നിട്ട് നമ്മളിവിടെ ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡിന് ഈ 0.5 മാർക്കിംഗ് വരെ ആദ്യം പിപ്പറ്റ് ഔട്ട് ചെയ്ത് എടുക്കുന്നത്. ബ്ലഡ് ഈസ് ഡ്രോൺ ടു 0.5 മാർക്ക് ആൻഡ് ദെൻ ഡൈല്യൂട്ടിങ് ടു എത്രയാ ആൻഡ് ദെൻ ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ് ഈസ് ഡ്രോൺ അപ് ടു ദി മാർക്ക് 101. അപ്പോൾ ആദ്യം നമ്മൾ 0.5 മാർക്ക് വരെ ബ്ലഡ് എടുക്കുന്നു, അതിനുശേഷം ഇതിൻ്റെ ഈ 101 പോയിന്റില്ലേ അതുവരെ നമ്മൾ ബാക്കി ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ് പിപ്പറ്റ് ഔട്ട് ചെയ്ത് എടുക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് രണ്ടും തമ്മിൽ ഡൈല്യൂട്ട് ആവുമല്ലോ, ബ്ലഡ് ഡൈല്യൂട്ട് ആവുമല്ലോ. സോ അങ്ങനെ നമുക്ക് കിട്ടുന്ന ബ്ലഡിൻ്റെ ഡൈല്യൂഷൻ എന്ന് പറയുന്നത് 1:200 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് WBC പിപ്പറ്റിലോട്ട് പോവാം. ഇറ്റ് ഈസ് സ്മോളർ ദാൻ ദി റെഡ് സെൽ പിപ്പറ്റ്, അതായത് RBC പിപ്പറ്റിനേക്കാളും ചെറുതായിരിക്കും. And its bulb contains a white glass bead. It has 3 markings, 0.5, 1, 11. ഇവിടെയും നമ്മൾ 0.5 മാർക്ക് വരെ ബ്ലഡിനെ എടുക്കുന്നു, അതിനുശേഷം ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ് 11 മാർക്ക് വരെ എടുക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഡൈല്യൂഷൻ എന്ന് പറയുന്നത് 1:20 ഡൈല്യൂഷനാണ്. ഓക്കെ, അപ്പോൾ അതുമായി ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് കൗണ്ടിങ്ങിൻ്റെ കാര്യത്തിലോട്ട് പോവാം. എങ്ങനെയാണ് ഓരോ സെല്ലുകളെയും നമ്മൾ ഈ ഒരു ഹീമോസൈറ്റോമീറ്റർ യൂസ് ചെയ്തിട്ട് കൗണ്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് എക്സ്പെരിമെൻ്റ് നമ്മുടെ സിലബസിൽ പറയുന്നത് ഈ സെൽ കൗണ്ടുകൾ എങ്ങനെയാണ്, അതുപോലെ അതിൽ യൂസ് ചെയ്യുന്ന ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ്സ് ഏതൊക്കെയാണ്, പിന്നെ അവരുടെ നോർമൽ റേഞ്ച് എത്രയാണ്, അതുപോലെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്, ഇത്രയാണ് നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ടോട്ടൽ എറിത്രോസൈറ്റ് കൗണ്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ടോട്ടൽ എറിത്രോസൈറ്റ് കൗണ്ടിൻ്റെ നോർമൽ വാല്യൂ വരുന്നത് മെയിൽസിന് 4.5 to 6 into 10⁻⁶ സെൽസ് പെർ ക്യൂബിക് mm, ഫീമെയിൽസിന് 4 to 4.5 into 10⁻⁶ സെൽസ് പെർ ക്യൂബിക് mm ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഇതിൻ്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ടോട്ടൽ എറിത്രോസൈറ്റ് കൂടിക്കഴിഞ്ഞാൽ, ഓക്കെ, അത് ഏതൊക്കെ കണ്ടീഷനിലാണ് ടോട്ടൽ എറിത്രോസൈറ്റ് അതായത് RBC കൂടുന്നത്? ഒന്ന് ഹീമോ കോൺസെൻട്രേഷൻ ഡ്യൂ ടു ബേൺസ്, കോളറ. പിന്നെ എന്താണ്? ഇൻ സെൻട്രൽ സയാനോട്ടിക് സ്റ്റേറ്റ്സ് ആസ് സീൻ ഇൻ ക്രോണിക് ഹാർട്ട് ഡിസീസ്, കണ്ടീഷൻസ് ഓഫ് ഡിക്രീസ്ഡ് ലങ് ഫങ്ഷൻ സച്ച് എസ് എംഫൈസിമ ആൻഡ് പോളിസൈത്തീമിയ. ഇനി ഡിക്രീസ് ഇൻ എറിത്രോസൈറ്റ് കൗണ്ട് ആണെങ്കിലോ, എറിത്രോസൈറ്റ് കൗണ്ട് കുറവാണെങ്കിൽ നമുക്ക് അത് ഒബ്സർവ് ചെയ്യുന്നത് അത് ആരിലൊക്കെ ആയിരിക്കും? ഓൾഡ് ഏജിലോ അല്ലെങ്കിൽ പ്രഗ്നൻസിയിലോ, പിന്നെ ചില ഗ്രൂപ്പ് ഓഫ് ഡിസീസസ് ക്ലാസിഫൈഡ് അണ്ടർ അനീമിയ ഗ്രൂപ്പിൽ വരുന്ന ഡിസീസ് ഉള്ളവർക്കൊക്കെയാണ് എറിത്രോസൈറ്റിൻ്റെ കൗണ്ട് കുറഞ്ഞു വരുന്നത്. അപ്പോൾ മനസ്സിലായ, അതിൻ്റെ നോർമൽ വാല്യൂവും പറഞ്ഞു, പിന്നെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസും പറഞ്ഞു. ഇനി ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, നമ്മൾ ബ്ലഡ് സ്പെസിമെൻ എന്ത് ചെയ്യും? ആദ്യം നമ്മുടെ RBC പിപ്പറ്റ് യൂസ് ചെയ്തിട്ട് 1:200 ഡൈല്യൂഷനിൽ എടുക്കും. ഓക്കെ, വിത്ത് ദ ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ്. എന്നിട്ട് നമ്മളിതിനെ കൗണ്ടിങ് ചേംബർ നമ്മുടെ ഹീമോസൈറ്റോമീറ്ററിൽ വെച്ചിട്ട് ഹൈ പവറിൽ എന്ത് ചെയ്യാണ്? ഒബ്സർവ് ചെയ്യുവാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ അടുത്തൊരു പോയിന്റ് നോക്കി വയ്ക്കേണ്ടത്, ഇവിടെ യൂസ് ചെയ്യുന്ന സ്പെസിമെൻ ഡബിൾ ഓക്സിലേറ്റഡ് അല്ലെങ്കിൽ EDTA ബ്ലഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കാപ്പിലറി ബ്ലഡും യൂസ് ചെയ്യാം. പിന്നെ RBC എവിടെയൊക്കെയാണ് കൗണ്ട് ചെയ്യുന്നതെന്ന് നേരത്തെ പറഞ്ഞല്ലോ, സെൻട്രൽ സ്ക്വയറിലാണ് നമ്മൾ RBCനെ കൗണ്ട് ചെയ്യുന്നത്.
ഉം. പിന്നെ ആർ ബി സി കൗണ്ടിങ്ങിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം RBC പിപ്പറ്റിൽ 0.5 മാർക്കിംഗ് വരെ ബ്ലഡിനെ എടുക്കുന്നു. അതിനുശേഷം അതിൻ്റെ പിപ്പറ്റിൻ്റെ ടിപ്പ് വൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത RBC ഡൈല്യൂട്ടിങ് ഫ്ലൂയിഡിലോട്ട് ഇൻസേർട്ട് ചെയ്ത് അതിൻ്റെ 101 മാർക്ക് വരെ നമ്മൾ ഡൈല്യൂട്ടിങ് ഫ്ലൂയിഡും കൂടി ഫില്ല് ചെയ്യും. എന്നിട്ട് ഇതിനെ മിക്സ് ദ കണ്ടൻസ് നമ്മുടെ വിരലിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ റോൾ ചെയ്ത് കണ്ടൻറ്റിനെ മിക്സ് ചെയ്യും. അതിനുശേഷം നമ്മൾ ന്യൂബർഗ് കൗണ്ടിങ് ചേമ്പർ എടുക്കുന്നു, അതിൻ്റെ മേലെ കവർ സ്ലിപ്പ് പ്ലേസ് ചെയ്യുന്നു. ദെൻ നമ്മൾ കൗണ്ടിങ് ചേമ്പറിലോട്ട് ഈ സാമ്പിൾ അങ്ങോട്ട് ഫില്ല് ചെയ്യും. ഓക്കെ, നമ്മുടെ പിപ്പറ്റിൽ നിന്ന് സാമ്പിളിനെ ഫില്ല് ചെയ്യും. എന്നിട്ട് നമ്മൾ ആ 5-6 പോർഷൻ ഞാൻ പറഞ്ഞല്ലോ, അതായത് ഈ 5-6 പോർഷൻസ് ഈ ഭാഗത്തു നിന്നുള്ള RBCസിനെ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയിട്ട് കൗണ്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇത് ഹൈ പവർ ഒബ്ജക്റ്റ്, അതായത് ദാറ്റ് മീൻസ് 40x പവറിൽ വെച്ചിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത് RBC കൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എത്ര നമ്പർ ഓഫ് സെൽസ് ആണോ നമ്മൾ കൗണ്ട് ചെയ്തത് ഇൻറ്റു 10,000 എടുക്കുമ്പോൾ നമുക്ക് RBCൻ്റെ കൗണ്ട് കിട്ടും. ഓക്കെ, അതുപോലെ നമുക്ക് ടോട്ടൽ ല്യൂക്കോസൈറ്റ്സുകളുടെ കൗണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നോർമൽ വാല്യൂസ് ആണെങ്കിൽ അഡൾട്ടിന് 4,000 to 10,000 പെർ ക്യൂബിക് mm, പിന്നെ ബർത്ത് ടൈമിൽ 10,000 to 25,000 പെർ ക്യൂബിക് mm, പിന്നെ 1 to 3 years ആണെങ്കിൽ 6,000 to 18,000, 4 to 7 വയസ്സാണെങ്കിൽ 6,000 to 15,000, പിന്നെ 8 to 12 ആണെങ്കിൽ 4,500 to 13,500. അപ്പോൾ ഈ ഒരു റേഞ്ചിലായിരിക്കും നോർമൽ വാല്യൂസ് വരുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്ന സ്പെസിമൻ ഡബിൾ ഓക്സിലേറ്റഡ് അല്ലെങ്കിൽ EDTA ബ്ലഡ്, അതുപോലെ കാപ്പിലറി ബ്ലഡും യൂസ് ചെയ്യാം. ഇവിടെയും നമുക്ക് എന്താണ് നമ്മൾ ഇതിപ്പോൾ WBC ആകുമ്പോൾ നമ്മൾ WBC പിപ്പറ്റിനെ യൂസ് ചെയ്യും അല്ലേ. ആദ്യം WBC പിപ്പറ്റിൻ്റെ 0.5 മാർക്ക് വരെ ബ്ലഡ് എടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ പഴയ പ്രൊസീജിയർ പോലെ തന്നെ അതിൻ്റെ ടിപ്പൊക്കെ വൈപ്പ് ചെയ്തിട്ട് പിന്നെ WBCനെ ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡൈല്യൂട്ടിങ് ഫ്ലൂയിഡിലോട്ട് നമ്മൾ പിപ്പറ്റ് എന്ത് ചെയ്യും, ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ 11 മാർക്ക് വരെ എടുക്കും. അങ്ങനെ നമുക്ക് 1:20 ഡൈല്യൂഷൻ ആവും. മിക്സ് ചെയ്യുക, എന്നിട്ട് ന്യൂബർ ചേമ്പർ എടുക്കുക, അതിൻ്റെ മേലെ കവർ സ്ലിപ്പ് ഇടുക, ചേമ്പറിൻ്റെ ഉള്ളിലോട്ട് സാമ്പിളിനെ ഫില്ല് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ മൈക്രോസ്കോപ്പിൽ വ്യൂ ചെയ്യുമ്പോൾ നമ്മൾ 4 W ഏരിയാസ് നേരത്തെ പറഞ്ഞ, അതായത് നമ്മുടെ സൈഡിലുള്ള കോർണറിലുള്ള ആ 4 വലിയ സ്ക്വയേഴ്സിലാണ് നമ്മൾ WBCനെ കൗണ്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ അത് 10x ലോ പവർ മൈക്രോസ്കോപ്പ്, ലോ പവർ ഒബ്ജക്റ്റീവ് തന്നെ മതിയാവും നോക്കാനായിട്ട്. പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് WBCസിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര നമ്പർ ഓഫ് സെൽസ് ആണ് കൗണ്ട് ചെയ്തത് ഇൻറ്റു 50 കൊടുത്താൽ മതി. അതായിരിക്കും നമ്മുടെ അത്ര നമ്പർ ആയിരിക്കും പെർ ക്യൂബിക് mm ഓഫ് ബ്ലഡിൽ കാണുന്ന WBC. പിന്നെ വരുന്നത് ഇതിൻ്റെയൊക്കെ ഡൈല്യൂട്ടിങ് ഫ്ലൂയിഡുകൾ എടുത്ത് പഠിക്കണം. നമുക്ക് പ്ലേറ്റ്ലെറ്റും കൂടെ നോക്കിയിട്ട് പോവാം. പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ WBC പിപ്പറ്റ് യൂസ് ചെയ്തിട്ട് സെയിം പ്രൊസീജിയറിൽ നമുക്ക് പ്ലേറ്റ്ലെറ്റ്സിനെ വ്യൂ ചെയ്യാൻ പറ്റും, കൗണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു എൻ്റയർ സെൻട്രൽ 1 mm സ്ക്വയറില്ലേ, ആ പോർഷൻ അത്രയും നമ്മൾ കൗണ്ട് ചെയ്തെടുക്കും. പിന്നെ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ കൗണ്ടഡ് പ്ലേറ്റ്ലെറ്റ്സ് ഇൻറ്റു 200 അതായിരിക്കും. അപ്പോൾ കിട്ടുന്നതായിരിക്കും നമ്മുടെ പ്ലേറ്റ്ലെറ്റിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഇതിൻ്റെയൊക്കെ ഡൈല്യൂട്ടിങ് ഫ്ലൂയിഡുകളൊന്ന് പഠിച്ചു വയ്ക്കുക. ഇപ്പം RBC ആണെങ്കിൽ നമുക്ക് RBC എറിത്രോസൈറ്റ്സിനെയാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാസീസ് ഫ്ലൂയിഡ് യൂസ് ചെയ്യാം. ഓക്കെ, ഡാസീസ് ഫ്ലൂയിഡ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഹയംസ് ഫ്ലൂയിഡും യൂസ് ചെയ്യാൻ പറ്റും. ഡാസീസ്, ഹയംസ്, പിന്നെ ഇതൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്. ഹയം YEMS ഹയംസ് ഫ്ലൂയിഡ്. പിന്നെ ടോയ്സൺസ് ഫ്ലൂയിഡ്, പിന്നെ ഗോവേഴ്സ് സൊല്യൂഷൻ. ഇതെല്ലാം നമ്മുടെ RBCസിനെ കൗണ്ട് ചെയ്യാൻ സമയത്ത് യൂസ് ചെയ്യുന്ന അവരുടെ ഡൈല്യൂട്ടിങ് ഫ്ലൂയിഡുകൾക്ക് എക്സാമ്പിളാണ്. അതുപോലെ WBCസിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡൈല്യൂട്ടിങ് ഫ്ലൂയിഡ് ടർക്സ് ടർക്സ് ഫ്ലൂയിഡ് യൂസ് ചെയ്യാം, ടർക്സ് ഡൈല്യൂട്ടിങ് ഫ്ലൂയിഡ് യൂസ് ചെയ്യാം. അതുപോലെ ഹിങ്കിൾമാൻസ് സൊല്യൂഷന് യൂസ് ചെയ്യാം.
HINGMAN ഹിങ്കിൾ മാൻസ് സൊല്യൂഷനും WBCക്ക് വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോർമോൾ സിട്രേറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്യാം. അതുപോലെ റീസ് എക്കർ സൊല്യൂഷനും യൂസ് ചെയ്യാം. പിന്നെ ഇനി അബ്സല്യൂട്ട് ഈസിനോഫിൽ നമ്മൾ അടുത്ത് പറയുന്നുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഹിങ്കിൾമാൻസ് സൊല്യൂഷൻ തന്നെ യൂസ് ചെയ്യാം. അതുപോലെ ഡങ്കേഴ്സ് സൊല്യൂഷനും യൂസ് ചെയ്യാം. DUNGERS ഡങ്കേഴ്സ് സൊല്യൂഷനും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ റെറ്റിക്കുലോസൈറ്റ്സിൻ്റെ കൗണ്ട് വരുമ്പോൾ നമുക്ക് ബ്രില്യൻ ക്രിസൈൽ ബ്ലൂ സൊല്യൂഷനാണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് RBC WBC പ്ലേറ്റ്ലെറ്റ്സ്. ഇവരുടെ ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക. RBCക്ക് ആണെങ്കിൽ ഡാസീസ് ഫ്ലൂയിഡ് യൂസ് ചെയ്യാം, ഹയംസ് ഫ്ലൂയിഡ് യൂസ് ചെയ്യാം, ടോയ്സൺസ് ഫ്ലൂയിഡ് യൂസ് ചെയ്യാം, ഗോവേഴ്സ് സൊല്യൂഷൻ യൂസ് ചെയ്യാം. WBCക്ക് ആണെങ്കിൽ ടർക്സ് ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ് യൂസ് ചെയ്യാം, ഹിങ്കിൾമാൻസ് സൊല്യൂഷൻ യൂസ് ചെയ്യാം. പ്ലേറ്റ്ലെറ്റിനാണെങ്കിൽ ഫോർമോൾ സിട്രേറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്യാം, റീസ് എക്കർ സൊല്യൂഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഇനി നമുക്ക് അബ്സല്യൂട്ട് ഈസിനോഫിൽ കൗണ്ട് കൂടെ നോക്കാം. അബ്സല്യൂട്ട് ഈസിനോഫിലിൻ്റെ സിഗ്നിഫിക്കൻസ് വരുന്നത് എങ്ങനെയാണ്? അലർജിക് റിയാക്ഷൻസ് ഒക്കെ നമ്മൾ സാധാരണ പറയുന്നതാണ്, ഈസിനോഫിലിൻ്റെ പ്രശ്നമുണ്ടെന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ അതിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഈസിനോഫീലിയയും രണ്ടാമത്തേത് ഇസ്നോപീനിയായി. അപ്പോൾ ഇസ്നോഫീലിയ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു കൗണ്ട്, ഇതിൻ്റെ നോർമൽ റേഞ്ച് വരുന്നത് 40 to 450 സെൽസ് പെർ മൈക്രോ ലിറ്റർ ആണ് ഇതിൻ്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത്, അബ്സല്യൂട്ട് ഇസ്നോഫിലിൻ്റെ കൗണ്ട് വരേണ്ടത്. അപ്പോൾ അതിൽ ഈ 440 കൂടുതലായിട്ട് കൗണ്ട് വരുവാണെങ്കിലാണ് ഇസ്നോഫീലിയ എന്ന് പറയുന്ന കണ്ടീഷൻ വരുന്നത്. സാധാരണ അലർജിക് റിയാക്ഷൻസ്, പാരസൈറ്റിക് ഇൻഫെക്ഷൻസ്, ബ്രൂസലോസിസ്, സർട്ടൻ ലുക്കീമിയാസ്, ഇതിലൊക്കെയാണ് ഈ പറയുന്ന ഇസ്നോഫീലിയ എന്ന് പറയുന്ന കണ്ടീഷൻ സംഭവിക്കുന്നത്. ഇനി ഇസ്നോപീനിയ എന്ന് പറയുമ്പോൾ കൗണ്ട് എങ്ങനെയായിരിക്കും? 40-നേക്കാളും കുറവായിരിക്കും. ആ കണ്ടീഷനാണ് ഇസ്നോപീനിയ. അത് വരുന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഹൈപ്പർ അഡ്രിനാലിസം, ഷോക്ക്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് അഡ്രിനോകോർട്ടിക്കോ സ്റ്റിറോയിഡ്സ്, ഈ ടൈമിലൊക്കെ ആയിരിക്കും ഇസ്നോപീനിയ കണ്ടീഷൻ വരുന്നത്. പിന്നെ ഇതിന് ഇസ്നോഫിൽ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് EDTA ബ്ലഡ് യൂസ് ചെയ്യാം. പ്രിൻസിപ്പിൾ വരുന്നത് ഡയലൂഷൻ ഓഫ് blood is done in a special diluting fluid which stains the eosinophils and remove the red cells. അതായത് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഡയലൂഷൻ ഫ്ലൂയിഡ്, ഇപ്പം അബ്സല്യൂട്ട് ഈസിനോഫിലിനൊക്കെ നമുക്ക് ഹിങ്കിൾമാൻ സൊല്യൂഷൻ യൂസ് ചെയ്യാം, അതുപോലെ ഡങ്കേഴ്സ് സൊല്യൂഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ ചെയ്യുന്നത്, നമ്മളെടുക്കുന്ന ബ്ലഡ് സാമ്പിളിലെ റെഡ് സെൽസിനെ എല്ലാം റിമൂവ് ചെയ്തിട്ട് ഈസിനോഫിൽസിനെ മാത്രം സ്റ്റെയിൻ ചെയ്യും. അങ്ങനെയാണ് നമുക്ക് അവരെ കൃത്യമായിട്ട് മൈക്രോസ്കോപ്പിൽ കാണാൻ പറ്റുന്നത്. ദീസ് സെൽസ് ആർ കൗണ്ടഡ് അണ്ടർ ലോ പവർ 10x ഒബ്ജക്റ്റീവ് തന്നെ വെച്ചിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ എന്തൊക്കെയാണ് വേണ്ടത്? മൈക്രോസ്കോപ്പ്, ഇംപ്രൂവ്ഡ് ന്യൂബർ ചേമ്പർ അല്ലെങ്കിൽ ഫ്യൂ ക്രോസെൻറ്റാൽ കൗണ്ടിങ് ചേമ്പർ നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ് ഹിങ്കിൾമാൻ സൊല്യൂഷനോ അല്ലെങ്കിൽ ഡങ്കേഴ്സ് സൊല്യൂഷനൊക്കെ യൂസ് ചെയ്യാം. പിന്നെ പ്രൊസീജിയറൊന്നും നമുക്കങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട, എല്ലാം നമ്മുടെ കൗണ്ടിങ് ചേമ്പറിൻ്റെ പ്രൊസീജിയർ തന്നെയാണ്. ഒരു തവണ നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഒരുപാട് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൽ അബ്സല്യൂട്ട് ഈസിനോഫിലിൽ ഒരു പ്രത്യേകതയുള്ളത്, ഇതിനെ നമ്മൾ മോയിസ്റ്റ് പെട്രി ഡിഷിൽ ഒരു 2 to 3 minutes വയ്ക്കും. ഓക്കെ, അപ്പോൾ ആദ്യം തൊട്ട് നോക്കുകയാണെങ്കിൽ പിപ്പറ്റ് 0.36 ml ഓഫ് ഡൈലൂട്ടിംഗ് ഫ്ലൂയിഡിൻ്റെ ടെസ്റ്റ് ട്യൂബ്, പിന്നെ അതിനകത്തോട്ട് 0.04 ml ഓഫ് ബ്ലഡ് നമ്മൾ ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഇതിനെ മിക്സ് ചെയ്തിട്ട് ഒരു 10 minutes ഇൻക്യുബേഷൻ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കീപ്പ് ചെയ്യും. എന്നിട്ട് ആഫ്റ്റർ തറോ മിക്സിങ് ചാർജ് ദി കൗണ്ടിങ് ചേമ്പർ, ഇതിനെ നമ്മൾ കൗണ്ടിങ് ചേമ്പറിലോട്ട് ചാർജ് ചെയ്യുന്നു. എന്നിട്ട് ലെറ്റ് ഇറ്റ് സ്റ്റാൻഡ് അണ്ടർ എ മോയിസ്റ്റ് പെറ്റി ഡിഷ് ഫോർ അബൌട്ട് 2 to 3 minutes. എന്നിട്ട് ഈ കൗണ്ടിങ് ചേമ്പറിനെ നമ്മളൊരു മോയിസ്റ്റ് ആയിട്ടുള്ള പെറ്റി ഡിഷിൻ്റെ ഉള്ളിൽ പ്ലേസ് ചെയ്തിട്ട് ഒരു 2 to 3 minutes അങ്ങനെ സ്റ്റാൻഡ് ചെയ്യിക്കും. എന്നിട്ടാണ് കൗണ്ട് ദ സെൽസ് അണ്ടർ ലോ പവർ ഒബ്ജക്റ്റീവ് വിത്ത് റെഡ്യൂസ്ഡ് ലൈറ്റ്. ഓക്കെ, അങ്ങനെയാണ്. അതിനുശേഷമാണ് നമ്മൾ ലോ പവറിൽ ഇതിനെ വ്യൂ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത് നമ്പർ ഓഫ് സെൽസ് കൗണ്ടഡ് ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 0.9. ഓക്കെ, 10 ഡയലൂഷനും 0.9 എന്ന് പറയുന്നത് ഏരിയ കൗണ്ടഡ് ഇൻറ്റു ഡെപ്ത്, അത് ചെയ്യുമ്പോഴാണ് നമുക്ക് 0.9 വരുന്നത്. ദാറ്റ് മീൻസ് വോളിയം ഓഫ് ഫ്ലൂയിഡ്. പിന്നെ റെഫറൻസ് റേഞ്ച് 40 to 440 സെൽസ് പെർ മൈക്രോ ലിറ്റർ ആണ്.
ഇനി റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് നോക്കാം. റെറ്റിക്കുലോസൈറ്റ്സ് എന്ന് പറയുന്നത് RBCസിൻ്റെ പ്രിമച്വർ ഫോമാണ്, അതായത് ജുവനൈൽ RBC ആണ്. ഇതിൻ്റെ പ്രത്യേകത കണ്ടെയ്ൻസ് സ്മോൾ എമൗണ്ട്സ് ഓഫ് RNA ആൻഡ് റൈബോസം ആൻഡ് ഡിറ്റക്റ്റഡ് ബൈ ഇൻക്യുബേറ്റിംഗ് വിത്ത് സുപ്രാവൈറ്റൽ സ്റ്റെയിൻസ് ലൈക്ക് 1% ബ്രില്യൻ ക്രിസൈൽ ബ്ലൂ ഓർ 1% ന്യൂ മെഥിലിൻ ബ്ലൂ. ഇതിനെ നമ്മൾ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് 1% ബ്രില്യൻറ്റ് ക്രിസൈൽ ബ്ലൂവോ അല്ലെങ്കിൽ 1% ന്യൂ മെഥിലിൻ ബ്ലൂവോ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. എടുക്കുന്ന സാമ്പിൾ EDTA ബ്ലഡ് എടുക്കാം. പിന്നെ റിയേജൻസ് ഇപ്പോൾ പറഞ്ഞത് തന്നെ നമ്മുടെ ബ്രില്യൻ ക്രിസൈൽ ബ്ലൂ, നോർമൽ സലൈനും ഒക്കെ. ദെൻ പ്രൊസീജിയറിൽ വരുമ്പോൾ നമ്മൾ നോർമൽ സ്റ്റെയിനിങ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടുത്തെ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ആഡ് ഈക്വൽ വോളിയം ഓഫ് വെൽ മിക്സ്ഡ് ബ്ലഡ് ആൻഡ് ഫ്രഷ്ലി ഫിൽറ്റേർഡ് റിയേജൻറ്റ്, മിക്സ് ആൻഡ് ഇൻക്യുബേറ്റ് ദ ട്യൂബ് അറ്റ് 37°C ഫോർ 15 to 20 minutes. ഈക്വൽ വോളിയം നമ്മൾ ബ്ലഡും അതുപോലെ അതിൻ്റെ ഈക്വൽ വോളിയം തന്നെ എന്താണ് എടുക്കുന്നത്, നമ്മുടെ റിയേജൻറ്റ് എടുക്കും. എന്നിട്ട് ഇതിനെ 37°C ആ ട്യൂബ്സിനെ ഇൻക്യുബേറ്റ് ചെയ്യുന്നു ഫോർ 15 to 20 minutes. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, മേക്ക് തിൻ സ്മിയർ ഫ്രം വെൽ മിക്സ്ഡ് ഫ്ലൂയിഡ്. നന്നായിട്ട് മിക്സ് ആയതിന് പിന്നെ നമ്മൾ നമ്മുടെ സ്ലൈഡിലോട്ട് അതിൻ്റെ ഒരു തിൻ സ്മിയർ പ്രിപ്പയർ ചെയ്യുന്നു. എന്നിട്ട് എയർ ഡ്രൈ ചെയ്യുന്നു. എയർ ഡ്രൈ ആൻഡ് കൗണ്ട് ദ നമ്പർ ഓഫ് റെറ്റിക്കുലോസൈറ്റ് ഫോർ 1000 RBCs അണ്ടർ ഓയിൽ ഇമേർഷൻ. 1000 RBCസിൻ്റെ കണക്കിനാണ് നമ്മൾ ഓയിൽ ഇമേർഷനിൽ ഹൈ പവറിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്, കൗണ്ട് ചെയ്യുന്നത്. സോ കൗണ്ട് ചെയ്യുന്ന നമ്പർ ഇൻറ്റു 100 ഡിവൈഡ് ബൈ 1000 ചെയ്യുമ്പോഴാണ് നമുക്ക് റെറ്റിക്കുലോസൈറ്റിൻ്റെ പെർസെൻറ്റേജ് കിട്ടുന്നത്. ഇനി കറക്റ്റഡ് റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് എന്ന് പറഞ്ഞൊരു പോയിന്റ് കൂടെ പഠിച്ചു വയ്ക്കുക. ദിസ് ഈസ് ദ റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് കറക്റ്റഡ് ഫോർ ദി ഡിഗ്രി ഓഫ് അനീമിയ. ഇതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ തന്നെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതായത് ഇക്വേഷൻ തന്നിട്ട് അതിലെ കറക്റ്റ് ഇക്വേഷൻ ഏതാണ് എന്നുള്ള ഒരു ചോദ്യം പണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് റെറ്റിക്കുലോസൈറ്റ് എന്ന് പറയുമ്പോൾ റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് ഇൻറ്റു PCV ഓഫ് പേഷ്യൻ്റ് ഇൻ പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ ആവറേജ് PCV ഫോർ ഏജ്. ഓക്കെ, PCV എന്ന് പറയുന്നത് പാക്ഡ് സെൽ വോളിയം ആണ്. നമ്മളിനി അങ്ങോട്ട് പഠിക്കും. പിന്നെ ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ, റെറ്റിക്കുലോസൈറ്റ്സ് എന്ന് പറയുമ്പോൾ റെറ്റിക്കുലോസൈറ്റോസിസ്, അതായത് ഇൻക്രീസ്ഡ് റെറ്റിക്കുലോസൈറ്റ് കൗണ്ടിൻ്റെ കണ്ടീഷനാണ് റെറ്റിക്കുലോസൈറ്റോസിസ്. അത് എവിടെയാണ് കാണുന്നത്, സീൻ ഇൻ അയൺ ഡെഫിഷ്യൻസി അനീമിയ ഓൺ ട്രീറ്റ്മെൻറ്റ്, മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഓൺ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഹീമോളിറ്റിക് അനീമിയാസ്. ഓക്കെ, അപ്പോൾ അയൺ ഡെഫിഷ്യൻസി അനീമിയ, മെഗാലോബ്ലാസ്റ്റിക് അനീമിയ, ഹീമോളിറ്റിക് അനീമിയ, ഇതിലൊക്കെയാണ് നമ്മൾ ഇത് വരുന്നത്. അതിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റിലാണ് ഈ റെറ്റിക്കുലോസൈറ്റോസിസ് കാണുന്നത്. പിന്നെ റെറ്റിക്കുലോസൈറ്റോപീനിയ എന്ന് പറയുമ്പോൾ ഡിക്രീസ്ഡ് റെറ്റിക്കുലോസൈറ്റ് കൗണ്ടാണ്. ഡിക്രീസ്ഡ്, അതായത് റെറ്റിക്കുലോസൈറ്റിൻ്റെ കൗണ്ട് കുറയുവാണ്. വിച്ച് ഈസ് ഒബ്സർവ്ഡ് ഇൻ എപ്ലാസ്റ്റിക് അനീമിയ ആൻഡ് PRC, ദാറ്റ് മീൻസ് പ്യുവർ റെഡ് സെൽ എപ്ലാസിയ. എപ്ലാസിയ കണ്ടീഷനിലാണ് റെറ്റിക്കുലോസൈറ്റോപീനിയ വരുന്നത്. പിന്നെ നമുക്കിതിൻ്റെ റെഫറൻസ് റേഞ്ച് അഡൾട്ടിലാണെങ്കിൽ 0.5 to 2.5%, ഇൻഫൻസിലാണെങ്കിൽ, ഇൻഫൻസ് എന്ന് പറയുമ്പോൾ അപ് ടു 1 year, അതുപോലെ തന്നെ ആൻഡ് ഫുൾ ടേം കോഡ് ബ്ലഡിൽ 2 to 5%. പിന്നെ ചിൽഡ്രനിൽ, അതായത് 1 yearനേക്കാളും കൂടുതലായിട്ടുള്ള കുട്ടികളിൽ 0.5 to 2.5% ഇവരുടെ റെഫറൻസ് റേഞ്ച് വരുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൽ നോക്കാനുള്ളത് നമ്മുടെ ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ മെത്തേഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മെത്തേഡ്സ് ഓഫ് ഡിറ്റർമിനേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ നോക്കിക്കഴിഞ്ഞാൽ വിഷ്വൽ മെത്തേഡ് ഉണ്ട്, ഗ്യാസോമെട്രിക് മെത്തേഡ് ഉണ്ട്, സ്പെക്ട്രോഫോട്ടോമെട്രിക് മെത്തേഡ് ഉണ്ട്, സ്പെസിഫിക് ഗ്രാവിറ്റി മെത്തേഡ് ഉണ്ട്, കെമിക്കൽ മെത്തേഡ്, ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ ഇൻ ഓട്ടോ അനലൈസേഴ്സ്, ദെൻ പോർട്ടബിൾ ഹീമോഗ്ലോബിനോമീറ്റർ, ഹീമോക്യൂ സിസ്റ്റം എന്ന് പറയും. അപ്പോൾ ഇത്രയും മെത്തേഡ്സാണ് വരുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ സിലബസിൽ WHO റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള മെത്തേഡായിട്ടുള്ള, അതായത് ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ്റെ ഗോൾഡൻ മെത്തേഡ് എന്നറിയപ്പെടുന്ന സയൻ മെത്ത് ഹീമോഗ്ലോബിൻ മെത്തേഡാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അതൊരു സ്പെക്ട്രോഫോട്ടോമെട്രിക് മെത്തേഡാണ്. സയൻ മെത്ത് ഹീമോഗ്ലോബിൻ മെത്തേഡാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിൾ നോക്കാം. ഇവിടെ യൂസ് ചെയ്യുന്ന റിയേജൻറ്റിൻ്റെ പേര് ഡ്രാപ്കിൻസ് റിയേജൻ്റ് ആണ്. ഡ്രാപ്കിൻസ് റിയേജൻറ്റ്. അപ്പോൾ പ്രിൻസിപ്പിൾ വരുന്നത്, വെൻ ബ്ലഡ് ഈസ് മിക്സ്ഡ് വിത്ത് ഡ്രാപ്കിൻസ് റിയേജൻറ്റ് കണ്ടെയ്നിങ് പൊട്ടാസ്യം സയനൈഡ് ആൻഡ് പൊട്ടാസ്യം ferricyanide, hemoglobin reacts with the ferricyanide to form meth hemoglobin, which is converted to stable cyan meth hemoglobin by the cyanide. ഓക്കെ, അപ്പോൾ ഈ ഡ്രാപ്കിൻസ് റിയേജൻറ്റിൽ വരുന്ന കമ്പോണൻസ് എന്ന് പറയുന്നത് പൊട്ടാസ്യം സയനൈഡും പൊട്ടാസ്യം ഫെറിസയനൈഡും ഒക്കെയാണ്. അപ്പോൾ ഇവർ ഹീമോഗ്ലോബിൻ റിയാക്ട്സ് വിത്ത് ഫെറിസയനൈഡ് ടു ഫോം മെത്ത് ഹീമോഗ്ലോബിൻ. ആദ്യം ഹീമോഗ്ലോബിൻ ഫെറിസയനൈഡായിട്ട് റിയാക്ട് ചെയ്തിട്ട് മെത്ത് ഹീമോഗ്ലോബിൻ ഫോം ചെയ്യുന്നു. ഈ മെത്ത് ഹീമോഗ്ലോബിനാണ് പിന്നീട് സ്റ്റേബിൾ ആയിട്ടുള്ള സയൻ മെത്ത് ഹീമോഗ്ലോബിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ. മാത്രമല്ല, ദ ഇൻറ്റൻസിറ്റി ഓഫ് ദി കളർ ഈസ് പ്രൊപ്പോർഷണൽ ടു
hemoglobin concentration, and it is compared with a non-cyan hemoglobin standard at 540 നാനോമീറ്റർ. ഇതൊരു സ്പെക്ട്രോഫോട്ടോമെട്രിക് മെത്തേഡ് എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആ കളറിനെ നമ്മൾ കളറിനെ മെഷർ ചെയ്തിട്ടാണ് എത്ര എമൗണ്ട് ഓഫ് ഹീമോഗ്ലോബിൻ പ്രസൻറ്റ് ആണെന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ഹീമോഗ്ലോബിൻ്റെ ടെസ്റ്റ് ചെയ്യേണ്ട ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എ ഡിക്രീസ് ഇൻ ഹീമോഗ്ലോബിൻ ബിലോ നോർമൽ റേഞ്ച് ഈസ് ഇൻഡിക്കേഷൻ ഓഫ് അനീമിയ. അനീമിയ എന്ന് പറയുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ കുറയുമ്പോഴാണ്. അതുപോലെ ആൻ ഇൻക്രീസ് ഇൻ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ ഒക്കേഴ്സ് ഇൻ ഹീമോ കോൺസെൻട്രേഷൻ ഡ്യൂ ടു loss of body fluid in severe diarrhea and vomiting. High values are also observed in congenital heart diseases, in emphysema, and also in polycythemia. Hemoglobin concentration drops during pregnancy due to hemodilution. Okay. ഇനി റെഫറൻസ് റേഞ്ച് വരുന്നത് മെയിൽസിൽ 13 to 17 ഗ്രാം പെർ ഡെസിലിറ്ററും വിമനിൽ 12 to 15 ഗ്രാം പെർ ഡെസിലിറ്ററും ആണ്. അടുത്ത് നോക്കാനുള്ളത് PCV എന്ന് പറയുന്നത് പാക്ഡ് സെൽ വോളിയം ആണ്. പാക്ഡ് സെൽ വോളിയം, അതായത് വോളിയം പെർസെൻറ്റേജ് ഓഫ് റെഡ് ബ്ലഡ് സെൽസ് ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ബ്ലഡിൽ വരുന്ന വോളിയം പെർസെൻറ്റേജ് ഓഫ് റെഡ് ബ്ലഡ് സെൽസിനെയാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. സോ ഇത് PCV നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. മാക്രോ ഹെമറ്റോക്രിറ്റ് മെത്തേഡും അതുപോലെ മൈക്രോ ഹെമറ്റോക്രിറ്റ് മെത്തേഡും. പിന്നെ ഇത് PCV തന്നെയാണ് ഹെമറ്റോക്രിറ്റ് എന്ന് പറയുന്നത്. നോർമൽ വാല്യൂസ് എന്ന് പറയുമ്പോൾ മെയിലിൽ 42 മുതൽ 52% വരെയും ഫീമെയിലിൽ 36 മുതൽ 48% വരെയും വരുന്നതാണ് നോർമൽ വാല്യൂസ്. പിന്നെ ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ ഇവിടെ സെൻട്രിഫ്യൂഗേഷനാണ് നടത്തുന്നത്. ഓക്കെ, വെൻ ആൻറ്റികോയാഗുലേറ്റഡ് ബ്ലഡ് ഈസ് centrifuged in a hematocrit tube at high speed, the erythrocytes sediment at the bottom. The red cell column is called as packed cell volume, PCV, or hematocrit. That means എന്താണ്? സെൽ വോളിയം പെർസെൻറ്റേജ്. അതായത് നമ്മൾ ആൻറ്റികോയാഗുലേറ്റഡ് ബ്ലഡ് എടുക്കുന്നു, ഇതിനെ നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്യുന്നു. ഈ സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഹൈ സ്പീഡിൽ സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? മുകളിലായിട്ട് പ്ലാസ്മ സെറ്റിലായിട്ട് കിടക്കും. പിന്നെ ഇതിൻ്റെ താഴോട്ട് എന്ത് വരും? നമ്മുടെ WBCയും RBCയും ഒക്കെ സെറ്റിലായി താഴോട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ കിട്ടുന്ന കിട്ടുന്ന RBCയുടെ ആ റെഡ് സെൽസിൻ്റെ ആ കോളമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോളം നമ്മൾ നോക്കിയിട്ടാണ് മെഷർ ചെയ്തിട്ടാണ് PCV കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് വരുന്നത് ഈ ഹെമറ്റോക്രിറ്റ് വാല്യൂസ് കുറയുമ്പോൾ എന്താണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അനീമിയ ആവാം, ഹൈഡ്രീമിയ ആവാം. ഇനി ഇൻക്രീസ് ഇൻ ഹെമറ്റോക്രിറ്റ് വാല്യൂസ്, ഹെമറ്റോക്രിറ്റിൻ്റെ വാല്യൂ കൂടുവാണെങ്കിൽ അതിൻ്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് പോളിസൈത്തീമിയ ആവാം, ഡീഹൈഡ്രേഷൻ ആവാം, എംഫൈസീമിയ ആവാം, അല്ലെങ്കിൽ കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസും ആവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പോലെ PCVയിൽ നമുക്ക് പഠിക്കാനുള്ളത് വിൻട്രോപ്സ് മെത്തേഡാണ്. ഓക്കെ, വിൻട്രോപ്പ് മെത്തേഡ് എന്ന് പറയുന്നത് അത് മാക്രോ മെത്തേഡ്. അപ്പോൾ വിൻട്രോപ്പ് ട്യൂബ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന മെത്തേഡാണ് വിൻട്രോപ്പ് മെത്തേഡ് അല്ലെങ്കിൽ മാക്രോ മെത്തേഡ്. അപ്പോൾ ഇതിൽ നമ്മൾ ട്യൂബിനകത്തോട്ട് നമ്മുടെ ആൻറ്റികോയാഗുലേറ്റഡ് ബ്ലഡിനെ ഫില്ല് ചെയ്യുന്നു, എന്നിട്ട് ഹൈ സ്പീഡിൽ സെൻട്രിഫ്യൂജ് ചെയ്യുന്നു. അതിനുശേഷം നമ്മളതിൻ്റെ വാല്യൂ കണക്കാക്കും. ഇനി മൈക്രോ ഹെമറ്റോക്രിറ്റ് ട്യൂബ് ആണെങ്കിൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കാപ്പിലറി ട്യൂബ്സാണ്. ചെറിയ കാപ്പിലറി ട്യൂബ്സ് അല്ലെങ്കിൽ മൈക്രോ ഹെമറ്റോക്രിറ്റ് ട്യൂബ്സാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ അതും ഇതുപോലെ തന്നെ സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് അഗെയിൻ നമ്മൾ സ്പെഷ്യൽ ഹെമറ്റോക്രിറ്റ് റീഡർ വെച്ചിട്ട് അതിൻ്റെ PCVനെ ഡിറ്റർമിൻ ചെയ്യും. ഓക്കെ, ഇനി ഇതിൻ്റെ ട്യൂബുകളുടെ പ്രത്യേകതയും കൂടെ നോക്കുക. ഇപ്പോൾ നമ്മളിവിടെ മാക്രോ മെത്തേഡിൽ അല്ലെങ്കിൽ വിൻട്രോപ്പ് മെത്തേഡിൽ യൂസ് ചെയ്ത വിൻട്രോപ്പ് ഹെമറ്റോക്രിറ്റ് ട്യൂബിൻ്റെ ലെങ്ത് വരുന്നത് ഏകദേശം 110. ഓക്കെ, ഇതിൻ്റെ ലെങ്ത് വരുന്നത് 110 mm ആണ്. ഓക്കെ, 110 mm ലെങ്തും അതുപോലെ അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 3 mm ഡയമീറ്ററും ആയിരിക്കും. ഓക്കെ, 3 mm ഡയമീറ്ററും ആയിരിക്കും. ഇനി താഴെ നമ്മൾ കാപ്പിലറി മെത്തേഡ്, അതായത് മൈക്രോ ഹെമറ്റോക്രിറ്റ് മെത്തേഡിൽ യൂസ് ചെയ്യുന്ന ട്യൂബിൻ്റെ ലെങ്ത് വരുന്നത് 75 mm ലെങ്ത്തും ലോങ്ങും, അതുപോലെ അതിൻ്റെ ഡയമീറ്റർ വരുന്നത് 1 mm ഡയമീറ്ററും ആയിരിക്കും. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് എറിത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ് അല്ലെങ്കിൽ ESR എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ESR നോക്കാം. ESRൻ്റെ വെസ്റ്റർഗ്രൻ മെത്തേഡ് മാത്രമേ ഇവിടെ നമുക്ക് സിലബസിൽ പറയുന്നുള്ളൂ. അപ്പോൾ വെസ്റ്റർഗ്രൻ മെത്തേഡ് നമ്മൾ വിൻട്രോപ്പ് മെത്തേഡിലും ചെയ്യും. ഓക്കെ, അപ്പോൾ വെസ്റ്റർഗ്രൻ മെത്തേഡിൽ ചെയ്യുമ്പോൾ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് മെയിലിൽ 0 to 15 mm ആഫ്റ്റർ ഫസ്റ്റ് അവറും, പിന്നെ ഫീമെയിലിൽ വരുമ്പോൾ 0 to 20 mm ആഫ്റ്റർ ഫസ്റ്റ് അവറും ആണ്. ഓക്കെ,
പിന്നെ വിൻഡ്രോപ്പ് മെത്തേഡും കൂടെ ജസ്റ്റ് നോക്കി വയ്ക്കുക. നോർമൽ റേഞ്ച് മെയിലിൽ 0 to 9 mm ഫീമെയിലിൽ 0 to 20 mm ആണ്. ഇമ്പോർട്ടൻസ് ഓഫ് ESR വരുന്നത്, ESR എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ഡിസീസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഡയഗ്നോസ്റ്റിക് ടൂൾ അല്ല. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ചെക്ക് ദ പ്രോഗ്രസ് ഓഫ് ദി ഡിസീസ്. ESR ഈസ് മാർക്ക്ലി റേസ്ഡ് ഇൻ ട്യൂബർക്ലോസിസ്, റുമാറ്റിക് ഫീവർ എക്സെട്ര. ട്യൂബർക്ലോസിസിലും റുമാറ്റിക് ഫീവറിലൊക്കെ ESR കൂടുതലായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ESR ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നുമില്ല, നമ്മളിപ്പം ഒരു ആൻറ്റികോയാഗുലേറ്റഡ് ബ്ലഡിനെ നമ്മൾ ഒരു സ്റ്റാൻഡിൽ ഇങ്ങനെ കീപ്പ് ചെയ്യാമെന്ന് വെച്ചാൽ കുറേ സമയം കഴിയുമ്പോൾ അതിൻ്റെ RBCs ഒക്കെ താഴെ വന്ന് സെഡിമെൻ്റ് ആയിട്ട് കിടക്കുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ അപ്പർ ലെവൽ ഓഫ് റെഡ് സെൽ കോളത്തിനെ നമ്മൾ ഒരു മണിക്കൂറിന് ശേഷം റീഡ് ചെയ്യും. ആ കിട്ടുന്ന റീഡിംഗ് ആണ് ഈ പറയുന്ന 0 to 15 mm അങ്ങനെ മില്ലിമീറ്റർ പെർ അവർ അങ്ങനെ നമ്മൾ റീഡ് ചെയ്തെടുക്കുന്നതാണ് ESR എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്പെസിമെൻ ഫ്രഷ് ഫാസ്റ്റിംഗ് EDTA, ആൻറ്റികോയാഗുലേറ്റഡ് ആൻഡ് അൺഡയലൂട്ടഡ് ബ്ലഡ് യൂസ് ചെയ്യാം. ഇനി വരുന്നത് നമുക്ക് കൊയാഗുലേഷൻ്റെ കാര്യത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ബ്ലീഡിങ് ഡിസോർഡേഴ്സും അതുപോലെ ലബോറട്ടറി ടെസ്റ്റുകളും ഒന്ന് നോക്കി വയ്ക്കുക. ഇപ്പോൾ നമുക്ക് വാസ്കുലാർ ഡിഫക്റ്റുകളാണ് അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് ഡിഫക്റ്റാണ് വരുന്നതെങ്കിൽ ചെയ്യുന്ന കറസ്പോണ്ടിങ് ലാബ് ടെസ്റ്റ് എന്ന് പറയുന്നത് ബ്ലീഡിങ് ടൈം ടെസ്റ്റ് ആയിരിക്കും ചെയ്യുന്നത്. പിന്നെ കൊയാഗുലേഷൻ ഫാക്ടേഴ്സിൻ്റെ ഡെഫിഷ്യൻസി ഏതെങ്കിലും ആണെങ്കിൽ ക്ലോട്ടിംഗ് ടൈം ടെസ്റ്റ് ചെയ്യാം, പ്ലാസ്മ റീകാൽസിഫിക്കേഷൻ ടൈം ടെസ്റ്റ് ചെയ്യാം, പിന്നെ APTT അതായത് ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം ടെസ്റ്റും ചെയ്യാൻ പറ്റും. ഇനി എക്സസീവ് ഫൈബ്രിനോളിസിസ് എന്ന് പറയുന്ന ആ കണ്ടീഷനാണ് വരുന്നതെങ്കിൽ ചെയ്യുന്ന ടെസ്റ്റുകൾ ക്ലോട്ട് ലൈസിസ് ടെസ്റ്റ് ചെയ്യാം, പ്രോട്ടമീൻ സൾഫേറ്റ് ടെസ്റ്റും ചെയ്യാം. പിന്നെ ലിവർ ഡിസോർഡർ ആൻഡ് വൈറ്റമിൻ K ഡെഫിഷ്യൻസി ആണെങ്കിൽ ലബോറട്ടറി ടെസ്റ്റ് നമുക്ക് APTT അതുപോലെ പ്രോത്രോംബിൻ ടൈം ടെസ്റ്റ് ചെയ്യാം. പിന്നെ ഹിമോഫീലിയ ലൈക്ക് ഫാക്ടർ 8 ഡെഫിഷ്യൻസി ആണെങ്കിൽ ലാബ് ടെസ്റ്റ് എന്ന് പറയുന്നത് ക്ലോട്ടിംഗ് ടൈമോ APTTയോ ചെയ്യാം. പിന്നെ ക്രിസ്മസ് ഡിസീസ് ഫാക്ടർ 9 ഡെഫിഷ്യൻസി ആണെങ്കിൽ ഫാക്ടർ 9 assay. പിന്നെ ഓൺ വില്ലി ബ്രാൻഡ്സ് ഡിസീസ്, ഈ ഒരു ഡിസീസ് ആണെങ്കിൽ നമ്മൾ നോക്കുന്നത് ബ്ലീഡിംഗ് ടൈം, ക്ലോട്ടിംഗ് ടൈം, APTT ഇതൊക്കെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ബ്ലീഡിംഗ് ടൈമും ക്ലോട്ടിംഗ് ടൈമും നമുക്ക് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ള സിലബസിൽ ജസ്റ്റ് ഡ്യൂക്ക് മെത്തേഡും അതുപോലെ കാപ്പിലറി ട്യൂബ് മെത്തേഡും ആണ് പറഞ്ഞിട്ടുള്ളത്. അത് മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ ഡ്യൂക്ക് മെത്തേഡ് എന്ന് പറയുമ്പം നമ്മുടെ ഇയർ ലോബ് അല്ലെങ്കിൽ ഫിംഗർ പങ്ക്ചർ ചെയ്തിട്ട് അവിടെ നിന്നായിരിക്കും ബ്ലഡ് കളക്ട് ചെയ്യുന്നത്. ഈ ഡ്യൂക്ക് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ബ്ലീഡിംഗ് ടൈം കണക്കാക്കുന്നത്. എത്ര സമയം ബ്ലീഡിങ് നടക്കുന്നു എന്നുള്ളതിൻ്റെ ടൈമിംഗ് കണക്കാക്കുന്നത് ഡ്യൂക്ക് മെത്തേഡ് വെച്ചിട്ടാണ്. ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ a 1 mm ഡീപ്പ് ഇൻസിഷൻ ഈസ് മെയ്ഡ് ഓൺ ദി ഇയർ ലോബ് ഓർ ഫിംഗർ ഓഫ് ദി പേഷ്യൻറ്റ്. ദ ലെങ്ത് ഓഫ് ടൈം റിക്വയർഡ് ഫോർ ബ്ലീഡിങ് ടു സീസ് ഈസ് റെക്കോർഡഡ്. അതായത് നമ്മുടെ ഇയർ ലോബിലോ അല്ലെങ്കിൽ ഫിംഗറിലോ ഒരു 1 mm ഡെപ്തിലുള്ള ഒരു ഇൻസിഷൻ ഉണ്ടാക്കും. എന്നിട്ട് അതിൽ നിന്ന് ബ്ലഡ് ഫ്ലോ ചെയ്യുമല്ലോ. സോ ആ ബ്ലഡ് ഫ്ലോ എത്ര നേരമാണ്, അതായത് ഏതുവരെയാണ് ബ്ലീഡിങ് സ്റ്റോപ്പ് ആവുന്നത് അതുവരെയുള്ള ടൈമിനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ബ്ലീഡിംഗ് ടൈം എന്ന് പറയുന്നത്. നോർമൽ റേഞ്ച് 1 to 5 minutes. ഇവിടെ IVS മെത്തേഡും ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. അതും ബ്ലീഡിംഗ് ടൈം കണക്കാക്കാനുള്ളൊരു മെത്തേഡാണ്. അതിൻ്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് 5 to 11 minutes. ഇത് ഒരു PYQ ആണ്. പിന്നെ ക്ലോട്ടിംഗ് ടൈം എന്ന് പറയുന്നത് എത്ര സമയമാണ് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഓക്കെ, അതിന് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് കാപ്പിലറി മെത്തേഡ്. ഇതിൻ്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് 4 to 9 minutes. ദെൻ യൂസ് ചെയ്യുന്ന സ്പെസിമെൻ കാപ്പിലറി ബ്ലഡ് ആണ്. ഇവിടുത്തെ പ്രിൻസിപ്പിൾ എന്താണ്, ബ്ലഡ് ഈസ് കളക്റ്റഡ് ഇൻ എ കാപ്പിലറി ട്യൂബ് ആഫ്റ്റർ എ ഫിംഗർ പ്രിക്ക് ആൻഡ് ദ സ്റ്റോപ്പ് വാച്ച് ഈസ് സ്റ്റാർട്ടഡ്. ആദ്യം നമ്മൾ ഫിംഗർ പ്രിക്ക് ചെയ്തിട്ട് കാപ്പിലറി ട്യൂബിൽ ബ്ലഡിനെ കളക്ട് ചെയ്യും. ഓക്കെ, കാപ്പിലറി ട്യൂബ് എന്ന് പറയുന്നത് വളരെ നാരോ ആയിട്ടുള്ള ട്യൂബാണ്. അതിൻ്റെ ഉള്ളിൽ ബ്ലഡിനെ കളക്ട് ചെയ്യുന്നു. ദ ഫോർമേഷൻ ഓഫ് ഫൈബ്രിൻ സ്ട്രിങ് ഈസ് നോട്ടഡ് ബൈ ബ്രേക്കിംഗ് ദ കാപ്പിലറി ട്യൂബ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്. ദ ടൈം ഈസ് നോട്ടഡ് അറ്റ് ദി ഫസ്റ്റ് അപ്പിയറൻസ് ഓഫ് ദി ഫൈബ്രിൻ റിങ്. അപ്പോൾ ബ്ലഡിനെ കാപ്പിലറി ട്യൂബിൽ നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ നമ്മൾ ആ ഒരു കാപ്പിലറി ട്യൂബിനെ ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യും. അങ്ങനെ ഈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. കുറച്ച് സമയം കഴിയുമ്പോൾ എന്ത് പറ്റും, ഇങ്ങനെ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ
അവിടെ ഫൈബ്രിൻ്റെ ഇങ്ങനെ ഒരു സ്ട്രിങ്, ഒരു നാര് പോലെ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. ദാറ്റ് മീൻസ് എന്താണ്, ബ്ലഡിൻ്റെ ഫ്ലോ ഒക്കെ മാറി ബ്ലഡ് ക്ലോട്ട് ആവാൻ തുടങ്ങി. സോ ആ ടൈമാണ് നമ്മൾ ക്ലോട്ടിംഗ് ടൈം, അതാണ് നമ്മുടെ ക്ലോട്ടിംഗ് ടൈം എന്ന് പറഞ്ഞ് കണക്കാക്കുന്നത്. സോ നോർമൽ റേഞ്ച് 4 to 9 minutes. ഇനി അടുത്ത് വരുന്നത് ഓട്ടോമേഷൻ. ഓട്ടോമേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മുടെ സാധാരണ ലാബ് പേഴ്സണൽ ചെയ്യുന്ന എല്ലാ ഡ്യൂട്ടീസും അതിനെ മെക്കാനിക്കലി വേറെ ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്ത് ചെയ്യുന്നതാണ് ഓട്ടോമേഷൻ. നമ്മുടെ ലാബിലൊക്കെ ഇപ്പോൾ ബയോകെമിസ്ട്രിയിലായാലും ഡ്രൈ കെമിസ്ട്രിയിലായാലും പിന്നെ നമ്മുടെ ഹെമറ്റോളജിക്കൽ ടെസ്റ്റിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോമേഷൻസ്, അനലൈസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സാധാരണ നമ്മൾ ചെയ്യുന്ന വർക്കുകൾ ഇപ്പം എന്താണ്, കളക്ടിങ്, ലേബലിംഗ്, സെപ്പറേറ്റിംഗ്, പ്രിസർവിങ് വേരിയസ് സ്പെസിമെൻസ്, ഓർഗനൈസിങ് ഗ്ലാസ്വെയർസ്, പിപ്പറ്റിംഗ് റിയേജൻസ്, പിപ്പറ്റിംഗ് സ്പെസിമെൻസ്, മിക്സിംഗ് റിയേജൻറ്റ് ആൻഡ് സ്പെസിമെൻ, ഇതൊക്കെ നമ്മുടെ സാധാരണ വർക്കുകളാണ്. അപ്പോൾ ഇതിലിനിപ്പോൾ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് റിയേജൻറ്റിൻ്റെ മിക്സിങ്ങും സ്പെസിമെൻ്റെ മിക്സിങ്ങും ഒക്കെ ചെയ്യാനും അതുപോലെ കാലിബ്രേറ്റ് ചെയ്യാനും പിന്നെ റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്ത് പ്രിൻറ്റഡ് ടെസ്റ്റ് റിപ്പോർട്ടായിട്ട് കിട്ടാനും ഒക്കെ നമുക്ക് ഈ ഓട്ടോമേഷൻ മെത്തേഡ്സ് ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഒരേ സമയം നമുക്ക് ഒരുപാട് സാമ്പിൾസ് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാനൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക് മെത്തേഡ്സ് യൂസ് ചെയ്യാം. പിന്നെ ഹെമറ്റോളജിയിലെ ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പിളാണ് ഇവിടെ നമുക്ക് നോക്കാനുള്ളത്. ഓട്ടോമേറ്റഡ് ഹെമറ്റോളജി അനലൈസേഴ്സ് ആർ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് വിച്ച് യൂട്ടിലൈസസ് എ കോമ്പിനേഷൻ ഓഫ് പ്രിൻസിപ്പിൾസ് ഇൻക്ലൂഡിങ്, ഇവിടെ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് ലൈറ്റ് സ്കാറ്റർ മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഇലക്ട്രിക്കൽ ഇമ്പിഡൻസ് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഫ്ലൂറസെൻറ്റ് ലൈറ്റ് അബ്സോർപ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള പ്രിൻസിപ്പിൾസ് വെച്ചിട്ട് ഹെമറ്റോളജിക്കൽ ഓട്ടോമാറ്റിക് അനലൈസേഴ്സ് അവൈലബിൾ ആണ്. ഇനി ഇവിടെ കൗൾട്ടർ പ്രിൻസിപ്പിൾ, ഇത് നമ്മൾ ഹെമറ്റോളജിയിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണ്. ഇത് മുന്നേ ചോദ്യം വന്നിട്ടുണ്ട്, സോ അതും കൂടെ ഒന്ന് നോക്കി വയ്ക്കുക. കൗൾട്ടർ പ്രിൻസിപ്പിൾ എന്താണെന്ന് ആദ്യം പറയാം. ദ കൗൾട്ടർ principle states that particles pulled through an orifice concurrent with an electrical current produce a change in impedance that is proportional to the size of the particle traversing the orifice. ഒരു ഓപ്പണിങ്ങിലൂടെ, സ്മോൾ ഓപ്പണിങ്ങിലൂടെ നമ്മൾ ഇപ്പോൾ സാമ്പിളിനെ എന്ത് ചെയ്യണം, പുള്ള് ചെയ്യുവാണെങ്കിൽ അവിടെ ഒരു ഇമ്പിഡൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി സൈസ് ഓഫ് ദി പാർട്ടിക്കിൾ. സൈസ് ഓഫ് ദി പാർട്ടിക്കിൾ എന്താണ്, ട്രാവലിംഗ് ത്രൂ ദി ഓറിഫൈസ്. സോ ഈ ഒരു പ്രിൻസിപ്പിളാണ് കൗൾട്ടർ പ്രിൻസിപ്പിൾ. ദ കൗൾട്ടർ പ്രിൻസിപ്പിൾ വാസ് നെയിംഡ് ഫോർ ഇറ്റ്സ് ഇൻവെൻറ്റർ വാലസ് എച്ച് കൗൾട്ടർ. ദ കൗൾട്ടർ പ്രിൻസിപ്പിൾ ക്യാൻ ബി അപ്ലൈഡ് ടു കൗണ്ട് ആൻഡ് സൈസ് ദ വേരിയസ് സെൽസ് ദാറ്റ് മേക്ക് അപ്പ് ദി ഹോൾ ബ്ലഡ്. നമ്മൾ ഹോൾ ബ്ലഡ് സാമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ, ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ബ്ലഡ് സെൽസിൻ്റെ കൗണ്ടിങ് ചെയ്യാൻ പറ്റും, അതുപോലെ ബ്ലഡ് സെൽസിൻ്റെ സൈസും നമുക്കിതിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൻ്റെ ഫസ്റ്റ് കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻ വന്നത്, the first commercial application of the Coulter principle to hematology came in 1954 with the release of the Coulter current counter model A developed by Wallace and brother Joseph R. Coulter. Then within a decade, literally every hospital laboratory in the United States had a Coulter counter, and today every modern hematology analyzer depends in some way on the Coulter principle. Okay. അപ്പോൾ ഇതതിൻ്റെ ഒരു ഹിസ്റ്ററി പറഞ്ഞതേ ഉള്ളൂ. ഇതിന് ചിലപ്പോൾ നമുക്ക് ആ ഒരു കൗൾട്ടർ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ഇൻസ്ട്രുമെൻറ്റിലാണ് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത് ആരാണ് എന്നുള്ള ചോദ്യം വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ഇനി അടുത്ത് പറയുന്നത് CBCയും ഹീമോഗ്രാമും അല്ലേ. അപ്പോൾ CBC എന്ന് പറയുന്നത് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്സ് ആണ്. അതിൽ വരുന്ന ടെസ്റ്റുകൾ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ, ടോട്ടൽ എറിത്രോസൈറ്റ് കൗണ്ട്, ടോട്ടൽ ല്യൂക്കോസൈറ്റ് WBCൻ്റെ കൗണ്ട്, പിന്നെ എക്സാമിനേഷൻ ഓഫ് ബ്ലഡ് സ്മിയർ ഫോർ അസസ്മെൻറ്റ് ഓഫ് റെഡ് സെൽ മോർഫോളജി, അസസ്മെൻറ്റ് ഓഫ് പ്ലേറ്റ്ലെറ്റ് നമ്പർ, ഡിഫറൻഷ്യൽ വൈറ്റ് സെൽ കൗണ്ട്, പാരസൈറ്റ്സ്. പിന്നെ കംപ്ലീറ്റ് ഹീമോഗ്രാം ഇൻക്ലൂഡ്സ് CBC ടെസ്റ്റ് ആൻഡ് ഇൻ അഡീഷൻ ടു ദാറ്റ്, കംപ്ലീറ്റ് ഹീമോഗ്രാം എന്ന് പറയുമ്പോൾ CBC ടെസ്റ്റും പിന്നെ ഇതിനോടൊപ്പം വരുന്നത് PCV, MCV, MCHC, പ്ലേറ്റ്ലെറ്റ് കൗണ്ട്. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ബ്ലഡ് സെൽ കൗണ്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് പിന്നെയും നമുക്ക് കൂടുതൽ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. RDW, CV, പിന്നെ PDW, MPV, ദെൻ LCR, പ്ലേറ്റ്ലെറ്റ് ലാർജ് സെൽ റേഷ്യോ, ഇതൊക്കെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. ഇനി അതർ റുട്ടീൻലി പെർഫോംഡ് ഹെമറ്റോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ESRും റെറ്റിക്കുലോസൈറ്റ് കൗണ്ടും അബ്സല്യൂട്ട് ഈസിനോഫിൽ കൗണ്ടും ആണ്. സോ ഇതൊക്കെയാണ് നമ്മുടെ ലാബിൽ വരുന്ന ടെസ്റ്റുകൾ.
അപ്പോൾ ഇത്രയായപ്പോൾ നമ്മുടെ ഹെമറ്റോളജി പോർഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൊസീജിയർ കാര്യങ്ങളിലോട്ടൊന്നും പോവാണ്ട് എന്താണോ ആവശ്യമുള്ളത് അത് മാത്രം നോക്കി പോവുക. കാരണം നമുക്ക് സിലബസിൽ കൃത്യമായിട്ട് ഓരോ പോയിൻ്റായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു കൗണ്ടിങ്ങിൻ്റെ ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡും അതുപോലെ നോർമൽ വാല്യൂവും പിന്നെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ഇത്രയും മാത്രം നോക്കിയാൽ മതി. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് വായിക്കാനുള്ള ടൈം ഉള്ളവർക്ക് നോക്കി വയ്ക്കാം. കാരണം എങ്ങാനും ഇത്തിരി ടഫായിട്ടൊക്കെ വരുവാണെങ്കിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാമല്ലോ ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാവരും നന്നായിട്ടിരുന്ന് പഠിക്കുക. താങ്ക് യു.